സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരും. തിങ്കളാഴ്ചയോടെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഗോകുൽനാഥ്, വേനൽ ഒഴിയുകയാണോ? ന്യൂനമർദ്ദം വരുന്നതോടുകൂടി കൂടുതൽ ദിവസം മഴ പ്രതീക്ഷിക്കാമോ? അരുൺകുമാർ, തീർച്ചയായും ഇനി വരുന്ന ദിവസങ്ങളിൽ കനത്ത മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആ മഴ എത്തിയിട്ടുണ്ട്. ഇനി വരുന്ന 5 ദിവസം കനത്ത മഴ പലയിടങ്ങളിലും ഭാഗികമായും പൂർണ്ണമായും ഒക്കെ പലയിടങ്ങളിലും പെയ്യും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയാണ്. അതേ തുടർന്ന് ഈ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഒപ്പം അറബിക്കടലിൽ ചക്രവാത ചുഴിയും പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത 5 ദിവസത്തേക്ക് പല ജില്ലകളിലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലും അതേപോലെ തീരദേശ മേഖലയിലും ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലടക്കമുള്ളവയ്ക്കുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി കനത്ത ചൂടിലായിരുന്നു സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതുമഴ പെയ്യുമ്പോൾ ഈ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയിൽ ഈ മലയോര മേഖലകളിലും അതേപോലെ പ്രദേശങ്ങളിലുമുള്ളവർ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ മാന്നാർ ഉൾക്കടലിനോട് ചേർന്ന് ശ്രീലങ്കയ്ക്ക് മുകളിലായിട്ടാണ് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് വരുന്ന 5 ദിവസം കനത്ത മഴ തുടരുമെന്നുള്ളൊരു ഈ മുന്നറിയിപ്പ് നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. വേനൽ ഒഴിയുന്നു എന്ന ഒരു ആശ്വാസമുണ്ട്.